ഹായ് ഹലോ ഫ്രണ്ട്സ്, അലീനയുടെയും മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന പാലാരിവട്ടത്ത് രേവതിക്കുട്ടിയുടെ അടുത്താണ് കേട്ടോ. അവിടുന്ന് തിരിച്ച് കളപ്പാട്ടൊരു വീട്ടിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ അലീന എഴുന്നേറ്റ് റെഡിയാവുകയാണ്. രേവതിക്കുട്ടിക്കാണെങ്കിൽ അലീന പോകുന്നതിൽ ഒരുപാട് വിഷമമാവുന്നുണ്ട് കേട്ടോ. ചേച്ചി രാവിലെ തന്നെ പോവുകയാണോ, കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ 2 ദിവസം ആയില്ലടി മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഇനി ഞാൻ ചെല്ലാൻ വൈകിയ അച്ഛനെന്നെ ഓടിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അലീന. അങ്ങനെ കുറച്ച് നേരം എന്നോട് സംസാരിച്ചിട്ട് ചേച്ചി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അലീനയെ അവിടെ പിടിച്ചിരുത്തുകയാണ് നമ്മുടെ രേവതിക്കുട്ടി. എന്നിട്ട് ഷെറിൻ്റെയും അതുപോലെ തന്നെ ടോണിച്ചായൻ്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമച്ചാനും ഗ്രേസാൻ്റെയും കൂട്ടിയിട്ട് അവിടെ പോയ വിശേഷങ്ങളും അതുപോലെ തന്നെ ഷെറിന് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചുവെന്നും ആ കുഞ്ഞിനെ ഏതോ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയതിനു ശേഷമാണ് ഷെറിൻ ചേച്ചിയെ ടോണിച്ചായനെ വിവാഹം കഴിച്ചു കൊടുത്തത്. അങ്ങനെ കുഞ്ഞിനെ കാണാത്തതിന്റെ വിഷമത്തിലാണ് ഷെറിൻ ചേച്ചിക്ക് സമനില തെറ്റി അതുകൊണ്ടാണ് ടോണിച്ചായൻ ഷെറിൻ ചേച്ചിയെ ഉപേക്ഷിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിക്കുട്ടി അലീനയോട് പറയുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അലീനയുടെ ഫോണിലേക്ക് മനു വിളിക്കുകയാണ് കേട്ടോ. അലീന ഫോൺ എടുത്ത ഉടനെ തന്നെ മനു ചോദിക്കുന്നത് റെഡിയായോ എന്നാ. അതെന്താ മനുവേട്ടാ റെഡിയായോ എന്ന് ചോദിച്ച് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുകയാണ്. അലീന പറയുന്നുണ്ട്, ഓ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു മനുവേട്ടാ, ഞാൻ തന്നെ അങ്ങ് വന്നോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അത് ശരിയാവില്ല, ഞാനല്ലേ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ആക്കിയത്, നിന്നെ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്വം അല്ലേടി മോളെ, അതുകൊണ്ട് നീ വേഗം റെഡിയായിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വരുവാന്ന് പറയുകയാണ് കേട്ടോ. അലീനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മാത്രമാണ് മനു അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നതും. അങ്ങനെ മനുവിന് അലീനയോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ മനു പ്രവൃത്തിയിലൂടെ പറയാതെ പറയുകയാണ് കേട്ടോ. അതൊക്കെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും മനസ്സിൽ പരസ്പരം സ്നേഹം പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ മനു പാലാരിവട്ടത്തേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഗ്രേസമ്മ ആൻറ്റിയോടും മാമച്ചനങ്കളിനോടും അതുപോലെ തന്നെ രേവതിക്കുട്ടിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് അലീനയെ കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണോ മനുവേട്ടൻ ഇത്രയും ദൂരം പിന്നെയും ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ചേച്ചി അങ്ങ് തന്നെ വന്നോണ്ടേനെ, പിന്നെ എന്തിനാ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനുവിനെ അവരുടെ മുമ്പിലിട്ട് ചെറിയ രീതിക്കൊന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോഴേക്കും മനു രേവതിക്കുട്ടിയോടായിട്ട് പറയുന്നുണ്ട്, നിനക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് മോളെ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്നൊക്കെ തന്നെ മനു തിരിച്ച് രേവതിക്കുട്ടിയോടും പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറുകയാണ് കേട്ടോ. അങ്ങനെ അവർ കാറിൽ കയറി പോയതിനു ശേഷം മാമച്ചായനോടും അതുപോലെ തന്നെ ഗ്രേസമ്മ ആൻറ്റിയോടുമായിട്ട് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, കണ്ടില്ലേ മനുവേട്ടൻ അലീന ചേച്ചിയോടുള്ള സ്നേഹം, തിരിച്ച് അലീന ചേച്ചിക്കും മനുവേട്ടനോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അത് പറയാത്തതാ. എന്തായാലും അധികം വൈകാതെ തന്നെ ഇവരുടെ പ്രണയം പൂത്തുലയും. ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നത് തന്നെ എനിക്കിഷ്ടം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയും പറയുന്നുണ്ട്, അതേ മോളെ, അതെനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി, എന്തായാലും ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ അത് നല്ല രസമായിരിക്കും, രണ്ടുപേരും നല്ല ജോഡികളാണ് എന്നൊക്കെ തന്നെ നമ്മുടെ ഗ്രേസമ്മ ആൻറ്റിയും പറയുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം അലീനയും മനുവും നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് രണ്ടുപേരും സംസാരിക്കുന്നൊക്കെയുണ്ട്. മനു അലീനയോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും നീ എന്നോട് ഇപ്പോഴും ഒരു ചെറിയ അകലം കാണിക്കുന്നത് എനിക്ക് വല്ലാത്ത വിഷമാകുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അയ്യോ മനുവേട്ട, ഞാൻ എന്താ അകലം കാണിച്ചതാ മനുവേട്ടൻ പറയുന്നത്, ഞാൻ മനുവേട്ടൻ വിളിച്ചപ്പോഴൊക്കെ കൂടെ വന്നില്ലേ എന്നിങ്ങനെ പറയുക. അതെനിക്ക് മനസ്സിലായി, വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടല്ലേ നീ കൂടെ വന്നത്, അല്ലാതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന ഒരു നാണത്തോടെ തന്നെ മിണ്ടാതിരിക്കുകയാണ്. അലീന എന്നിട്ട് പറയുന്നുണ്ട്, എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ആരെങ്കിലും കേട്ടാ എന്താ വിചാരിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, എന്തു വിചാരിക്കാനാ, നമ്മൾ തമ്മിൽ എന്താന്നുള്ളതൊക്കെ അറിയേണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുക. അലീന ചോദിക്കുന്നുണ്ട്, അതിനെന്താ നമ്മൾ തമ്മിൽ, അല്ല മനുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്, എന്തായാലും നമ്മൾ തമ്മിലുള്ള എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഒന്ന് പോടി, അവക്കൊന്നും അറിയില്ല. രേവതിക്കുട്ടിക്ക് പോലും മനസ്സിലായി, പിന്നെ ആണോടി നിനക്ക് മനസ്സിലാകാത്തതെന്ന് ചോദിച്ചുകൊണ്ട് അലീനയുടെ ചെവിയിൽ ഇങ്ങനെ പിടിച്ച് കിഴക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എന്താ മനുവേട്ട ഇത്, വീട് എൻ്റെ ചെവി വീട്, എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഇനി അഥവാ നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിനക്കത് പതിയെ മനസ്സിലാക്കി തരാമെന്നും പറയുക കേട്ടോ. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ പതിയെ നാണത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ അലീന കൃഷ്ണമോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുവിനോട് പറയുകയാണ്. രോഹത്തെ കള്ള് കുടിച്ച് പൂസായിട്ടാണ് വീട്ടിൽ വന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അതും സംഭവിച്ചോ, തന്തയും തള്ളയും 2 വഴിക്ക് ആയാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ, ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം, ഇല്ലെങ്കിൽ പിള്ളേരുടെ ഇഷ്ടത്തിന് വഴിതെറ്റിപ്പോകും, അതിൻ്റെ തുടക്കമൊക്കെയാണ് ഇപ്പം ഈ കാണുന്നത്, എന്തായാലും നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പ്രത്യേകിച്ച് ബാലചന്ദ്രനങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാൻ നിൽക്കേണ്ടെന്ന് തന്നെ പറയുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, ഞാനും കൃഷ്ണമോളോട് തൽക്കാലം ഇത് അച്ഛനോട് പറയേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇതെങ്ങാണോ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് എത്രത്തോളം വിഷമം ഉണ്ടാക്കും, അച്ഛൻ ഇത് കേൾക്കുമ്പോൾ തന്നെ തകർന്നു പോകും, കൂട്ടുകാരുടെ കൂടെ കൂടിയാ അവൻ ഇതുപോലുള്ള ദുശീലങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നതെന്ന് പറയുക കേട്ടോ അലീന.
എന്നിട്ട് മനു അലീനയോട് പറയുന്നുണ്ട്, അത് നീ വിട്ടേക്ക്, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇനി ആ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ അലീനയോട് മനു പറയുക കേട്ടോ. ഇനി ഈ കാര്യം പറഞ്ഞ് നീ അവരെ ചൊറിയാൻ നിൽക്കണ്ട, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ നോട്ടത്തിൽ അച്ഛൻ തെറ്റ് ചെയ്ത ആളാണ്, ആ തെറ്റിലുണ്ടായ മകളാണല്ലോ നീയും. സത്യം അവർ തിരിച്ചറിയുന്നത് വരെ ഈ ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെ തുടരും. ഞാൻ പറഞ്ഞില്ലേ വൈജി ആൻറ്റി ഈ സത്യങ്ങളൊക്കെ അറിയണം. ഇപ്പൊ അങ്കിളുടെ മകളാണെന്ന് കരുതിയിട്ടില്ലേ അവർ നിന്നോട് ഇത്രയും ശത്രുതയും വെറുപ്പും ഒക്കെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ആൻറ്റി പ്രസവിച്ച സ്വന്തം മോളാന്ന് അറിയുമ്പോഴേക്കും അവർ നിന്നോട് ഈ ശത്രുതയൊന്നും കാണിക്കില്ല. ഇപ്പൊ അവർ അച്ഛനോട് കാണിക്കുന്ന വെറുപ്പ് പിന്നെ അവർ അമ്മയോട് കാണിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുകയും ചെയ്യും. അല്ലാതെ അങ്കിള് പറയുന്ന പോലെ എല്ലാ കൊല്ലവും ഇതും പറഞ്ഞ് ആൻറ്റി ഇങ്ങനെ വരച്ച വരലിൽ നിർത്താനൊന്നും പറ്റത്തില്ല. ആൻറ്റിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ആൻറ്റി മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ ഡിവോഴ്സിന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതേ മനുവേട്ട, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ തന്നെ മേഡം ഡിവോഴ്സിന് ഒരുങ്ങുകയാണെന്നാണ് കേട്ടത്. ഇനി അച്ഛനുമൊത്ത് മേഡത്തിന് ജീവിക്കാൻ പറ്റില്ല എന്ന്. രോഹിത്തും ബബിതയും എന്തായാലും മേഡത്തിന്റെ കൂടെ തന്നെ പോവുകയും ചെയ്യും. അച്ഛന്റെ ഭാഗത്ത് ന്യായമൊന്നും ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. മുത്തശ്ശി പോലും അവരുടെ കൂടെ നിൽക്കുള്ളൂ എന്നൊക്കെ അലീന പറയുക കേട്ടോ. അലീന സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് മുത്തശ്ശിയോടെങ്കിലും നീ ആരാണെന്നുള്ള സത്യം പറയേണ്ടതായിരുന്നു. അലീന പറയുക, വേണ്ട മനുവേട്ട, അത് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയേ ഉള്ളൂ. മുത്തശ്ശി അറിഞ്ഞാലും അധികം വൈകാതെ തന്നെ മേഡവും അറിയും. പിന്നെ മേഡം എങ്ങനെ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് അച്ഛൻ പോലും ഈ സത്യങ്ങളൊന്നും മേഡം അറിയാൻ പാടില്ലെന്ന് വാശി പിടിക്കുന്നത്. മേഡത്തിന്റെ ഈ അഹങ്കാരവും ദേഷ്യവും ഒക്കെ ഒന്ന് കുറച്ച് അച്ഛനോട് ഒരിച്ചിരി സ്നേഹത്തോടെ നിന്നാൽ അച്ഛൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാകും. അതെനിക്ക് ഉറപ്പാ. പക്ഷേ മേഡത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരു മാറ്റം മേഡത്തിൽ ഉണ്ടാകും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീനയും പറയുകയാണ്. എന്നിട്ട് അലീന, മുത്തശ്ശിക്ക് ഇപ്പം എങ്ങനെയുണ്ട്, മുത്തശ്ശി ഓക്കെ ആയോ, ഇപ്പം മുത്തശ്ശി എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, എവിടുന്ന് എഴുന്നേക്കാൻ, മുത്തശ്ശി ഇപ്പോഴും ആ കാട്ടിലേ തന്നെയാ. പിടിച്ചെഴുന്നേറ്റ് നിൽക്കാനൊക്കെ നോക്കും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ. മുത്തശ്ശിക്ക് തന്നെ എഴുന്നേറ്റ് നടക്കാനൊന്നും വയ്യ. അവിടുന്ന് വന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴൊന്ന് പറയുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഇപ്പോൾ കടപ്പാട്ടൂരായിരുന്നെങ്കിൽ എപ്പോഴും എഴുന്നേറ്റ് നടന്നേനേന്ന്. മനു പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാ, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ വിധി ഉണ്ടായിരുന്നു. അന്ന് വൈജാന്റെ നിർബന്ധം പിടിച്ചുകൊണ്ടല്ലേ മുത്തശ്ശിയെ ഈ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നാക്കിയത്. ഇവിടെ അമ്മ മുത്തശ്ശിയെ നേരാവണ്ണം നോക്കുന്നു പോലുമില്ല. നിന്റെ അടുത്തായിരുന്നെങ്കിൽ മുത്തശ്ശി ഇപ്പം എഴുന്നേറ്റ് നടന്നേനെന്നൊക്കെ തന്നെ നമ്മുടെ മനു പറയുകയാണ് കേട്ടോ. എന്നിട്ട് മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മുത്തശ്ശിയെ കാണാൻ തോന്നുന്നില്ലേന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെന്ത് ചോദ്യമാ മനുവേട്ടാ, എനിക്ക് മുത്തശ്ശിയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ മുത്തശ്ശിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരിക്കും. എല്ലാത്തിനും കാരണം ഞാനാണെന്നല്ലേ മുത്തശ്ശി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മനുവേട്ടാന്ന് പറയുക. അപ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ വിചാരിക്കുള്ളൂ. ഇപ്പോഴും ബാലചന്ദ്രനങ്ങളുടെ മകളാ നീ. ആ ഒരു രീതിയിൽ അവർ നിന്നെ കാണുന്നതും. സ്വന്തം കൊച്ചുമകളാണെന്ന് ആ പാവം ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. 23 വർഷം മുമ്പ് വൈജയാന്റി പ്രസവിച്ച പെൺകുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് മാത്രമേ ഗംഗാധരൻ വല്യച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അത് നീയാണെന്ന് ഇതുവരെ മുത്തശ്ശിയോട് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആ രഹസ്യം മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ വൈജയാന്റി അറിയുന്നുള്ള കാര്യം ഉറപ്പായിരിക്കും. മുത്തശ്ശിക്ക് പോലും അതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. മുത്തശ്ശി അറിയാതെ പോലും വൈജയാന്റിയോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് അവസാനിച്ചില്ലേ എല്ലാം. അതുകൊണ്ടായിരിക്കും വല്യച്ഛനും ഈ സത്യങ്ങളൊന്നും മുത്തശ്ശിയെ അറിയിക്കാതിരുന്നതും. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ മനുവേട്ട. ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഞാൻ വന്നതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീന സങ്കടപ്പെടുകയാണ് കേട്ടോ. മനു പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തായാലും നമുക്കൊന്ന് കൊല്ലപ്പള്ളി വരെ പോകാം, കൊല്ലപ്പള്ളിയിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്നൊക്കെ മനു പറയുക. അലീന അതിന് സമ്മതിക്കുന്നില്ല. അലീന പറയുന്നുണ്ട്, ഇല്ലില്ല വേണ്ട, നമുക്ക് കൊല്ലപ്പള്ളിയിലൊന്നും കയറണ്ട, നേരെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയുക. പക്ഷെ മനു പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് കൊല്ലപ്പള്ളിയിൽ ഒന്ന് കയറി മുത്തശ്ശിനെ ഒന്ന് കണ്ടിട്ട് പോകാം. ചിലപ്പോൾ മുത്തശ്ശിക്ക് നിന്നെ കാണണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിലോ. ഇത്രയും നാളും വയ്യാതെ കിടന്നപ്പോൾ നീ മുത്തശ്ശിയെ പൊന്നുപോലെ പരിചരിച്ചതല്ലേ. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്ത് മുത്തശ്ശിയെ നല്ല രീതിക്ക് നോക്കിയതല്ലേ. അതുകൊണ്ട് ആ ഒരു സ്നേഹം എന്തായാലും മുത്തശ്ശിക്ക് നിന്നോട് കാണുമെന്ന് പറയുക കേട്ടോ. അവിടെ ചെല്ലുക, മുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് മുത്തശ്ശിയെ കാണുക, മുത്തശ്ശിയോട് 2 വാക്ക് സംസാരിക്കുക, അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. മുത്തശ്ശിയോട് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഇറങ്ങാമെന്ന് മനു പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുക, അത് പിന്നെ വേണോ മനുവേട്ട, മനുവേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ എന്നെ ആട്ടി ഇറക്കുമെന്ന് തന്നെ പറയുക കേട്ടോ. മനു പറയുന്നുണ്ട്, അതൊന്നും നീ നോക്കണ്ട, ഇപ്പം നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നേ, അമ്മ എന്ത് പറഞ്ഞാലും അതിനൊക്കെയുള്ള മറുപടി ഞാൻ തന്നെ പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ കൊണ്ട് സമ്മതിപ്പിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് പോവുകയാണ്. കൊല്ലപ്പള്ളി ചെന്ന് കാറ് നിർത്തുമ്പോൾ പോലും അലീനയ്ക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും പേടിയാണ്. അവിടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കമല ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മനു നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അലീനയും കൂട്ടി അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അലീന പേടിച്ച് പിന്മാറി നിൽക്കുന്നുണ്ടെങ്കിലും അലീനയെ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ തന്നെ മനു അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്. കമല ചോദിക്കുന്നുണ്ട്, ഡാ മനു, എന്താടാ ഇത്, എന്തിനാടാ നീ ഇവളെയും കൂട്ടി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുക. ഈ പിഴച്ചവൾ കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്.
എന്നിട്ടും എന്തിനാണ് നീ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കാട്ടോ കമല. മനു പറയുന്നുണ്ട്, അലീനയെ ഞാനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്, അത് ഇവിടെ ഉള്ളവരെ കാണാനൊന്നുമല്ല. മുത്തശ്ശിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇവൾ ഇങ്ങോട്ടേക്ക് വന്നത്. മുത്തശ്ശിനെ കണ്ടിട്ട് അവൾ ഉടനെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. കമല ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയെ കാണാനോ? ഏത് വകയില്? ബാലചന്ദ്രൻ അവിഹിതത്തിലുണ്ടായ ഇവക്ക് എങ്ങനെയായിട്ട് അത് മുത്തശ്ശിയാവുന്നേ? ഓരോരോ കാരണങ്ങളും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കാനാണോട് നീ വിചാരിച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ നമ്മുടെ കമല. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട്, ദേ മനു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവളെ ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല. ഇവിടെ കയറി കൂടാന്ന് നീ വിചാരിക്കുകയും വേണ്ടടി. അതിന് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കത്തുമില്ല. മര്യാദയ്ക്ക് നീ ഇവളെ പറഞ്ഞു വിട്ടോ. കടപ്പാട്ടൂര് ചെന്ന് ആ കുടുംബം മുഴുവൻ ഇവള് കുളമാക്കി. എന്നിട്ടും അതൊന്നും പോരാ അവക്ക്. കുടുംബത്തിനകത്തുള്ള എല്ലാ ആണുങ്ങളെയും മയക്കി കയ്യിലെടുത്തിരിക്കുക ഇവള്, അച്ഛന്റെ പ്രായമുള്ളവരെ പോലും. അതുകൊണ്ടല്ലേ ഇവളെ പുറത്താക്കാനായിട്ട് ചെന്നവരൊക്കെയും തന്നെ ഇവളുടെ മുമ്പിൽ മുട്ടും മടക്കി തിരിച്ചു പോയത്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി മനു, ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് എന്നെ കമല തീർത്ത് പറയുന്നുണ്ട്. അലീന ഇങ്ങനെ വിഷമിച്ച് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. മനു പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നേ? എന്തൊക്കെയാ അമ്മ ഈ പറഞ്ഞു കൂട്ടുന്നത്? ദേ, അലീന ഇവിടെ വന്നത് മുത്തശ്ശിയെ കാണാൻ വേണ്ടി മാത്രമാ. മുത്തശ്ശിയുടെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മുത്തശ്ശിയെ ഒന്ന് കണ്ടിട്ട് അവൾ അങ്ങ് പൊയ്ക്കോളും. അല്ലാതെ അവൾ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല എന്നൊക്കെ തന്നെ മനു പറയുന്നുണ്ട്. കമലയ്ക്ക് അപ്പോഴും ദേഷ്യം അടങ്ങിയിട്ടില്ല കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, അലീനയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ അവളുടെ കെയർ ടേക്കറാ. അതെല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാ എന്നിങ്ങനെ പറയുക കേട്ടോ. കമലയ്ക്ക് ദേഷ്യം വന്നിട്ട് കമല പറയുന്നുണ്ട്, നീ എന്താടാ പറഞ്ഞേ? നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് നീ ഇപ്പം തന്നെ അങ്ങ് എടുത്ത് കളഞ്ഞേരെ. ഞാൻ സമ്മതിക്കില്ല ഇതുപോലൊരു പിഴച്ചവളെ ഈ വീട്ടിൽ കയറ്റാൻ. ഞാൻ ഒരിക്കലും സമ്മതിക്കുകയല്ല. എന്നെ കൊന്നിട്ടല്ലാതെ നീ ആഗ്രഹിക്കുന്ന ഒന്നും തന്നെ നടക്കില്ലെന്ന് നമ്മുടെ കമല മനുവിനോട് പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്മ എങ്ങനെയൊക്കെ കാര്യങ്ങൾ വളച്ചൊടിച്ചാലും ശരി, അലീന മുത്തശ്ശിയെ കണ്ടിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് തന്നെ പറയുക കേട്ടോ. അവസാനം കലി അടങ്ങാതെ കമല അലീനയെ തല്ലാൻ കൈ ഓങ്ങുകയാണ്. എന്ത് പറഞ്ഞിട്ടാടി നീ എൻ്റെ മകനെ മയക്കിയെടുത്തത്? നിന്നെപ്പോലൊരു പിഴച്ചവളെ അല്ലാതെ ഇവനെ സ്നേഹിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ എന്നൊക്കെ തന്നെ നമ്മുടെ കമല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനു കമലയുടെ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അലീന എൻ്റെ പെണ്ണ, അമ്മ പറഞ്ഞത് ശരിയാ, അവളെ എനിക്ക് ഇഷ്ടമാ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അലീന അല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലില്ല എന്ന് തന്നെ മനു തുറന്നു പറയുകയാണ് കമലയോട്. ഉടനെ കമല പറയുന്നുണ്ട്, അങ്ങനെ ഇവളുടെ കൂടെ പൊറുക്കാവെന്നും ഇവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനൊന്നും നീ ആഗ്രഹിക്കേണ്ടടാ മനു. അത് നടക്കില്ല, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തുമില്ല എന്ന് പറയുക. മനു പറയുന്നുണ്ട്, ഇനി അതിന് ആര് തടസ്സം നിന്നാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലമ്മേ. കാരണം അലീന എൻ്റെ സ്വന്തമായി കഴിഞ്ഞു. പാലാ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. നിയമപരമായി അലീന ഇപ്പം എൻ്റെ വൈഫായെന്നും പറയുക കേട്ടോ. കമലയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ല ഷോക്കാവുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അലീനയ്ക്കും ഇത് കേൾക്കുമ്പോൾ നല്ല ഷോക്കാവുകയാണ്. കാരണം അലീന ഇതൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യമാണ് കേട്ടോ. അലീനയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നൊക്കെ കമലയെ ബോധ്യപ്പെടുത്താനാണ് മനു നോക്കിയത്. പക്ഷേ അതൊന്നും തന്നെ കമലയുടെ മുമ്പിൽ ചെലവാകുന്നില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും, നീ ഇവളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇവളെ ഈ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ തന്നെ കമല തീർത്ത് പറയുകയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, തൽക്കാലം അമ്മ ഇവളെ ഇപ്പം ഈ വീട്ടിൽ കയറ്റിയേ പറ്റുള്ളൂ. അഥവാ ഇനി അമ്മ ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ കൂട്ടാക്കിയില്ലെങ്കിലും മുത്തശ്ശി കണ്ടിട്ട് അലീന ഇവിടുന്ന് പോവുള്ളൂ എന്നും മനു പറയുകയാണ് കേട്ടോ. അങ്ങനെ അലീനയുടെ കൈ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ മനു. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇവളെ ഈ വീട്ടിൽ കയറ്റത്തില്ലെന്ന് തന്നെയാണോ തീർത്ത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ വീടെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറേണ്ടി വരുമല്ലോ. ഇവളെ ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ മനു പറയുക കേട്ടോ. കമലയാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. മനു ഇങ്ങനെയൊക്കെ പറയുമെന്ന് കമലയും അതുപോലെ തന്നെ അലീനയും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് മനു അലീനയുടെ കൈയും പിടിച്ച് തന്നെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അലീനയുടെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ. മുത്തശ്ശിക്കാണെങ്കിലും അലീനയും മനുവിനെയും കാണുമ്പോഴേക്കും മനസ്സിൽ സന്തോഷമൊക്കെ ആവുന്നുണ്ട്. എങ്കിലും മുത്തശ്ശിയുടെ മുഖത്ത് ആ ഒരു ചിരി പെട്ടെന്ന് തന്നെ മായുന്നുമുണ്ട്. അലീനയോട് ചെറിയൊരു വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ മുത്തശ്ശിക്ക്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആഹാ, നിങ്ങളായിരുന്നോ? അതെന്താ മുത്തശ്ശി, ഞങ്ങൾ വന്നത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിങ്ങൾ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എങ്ങനെ സന്തോഷിക്കാനാ? ആകെ മൊത്തത്തിൽ വല്ലാത്ത വിഷമം തന്നെയാ. ആരോട് എന്ത് പറയാനാ? പറഞ്ഞാൽ തന്നെ ആര് കേൾക്കാനാ എന്നൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട്, അല്ല മുത്തശ്ശി, മുത്തശ്ശിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എഴുന്നേറ്റ് നടക്കാറൊക്കെ ആയോ? വേദനയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എങ്ങനെ കുറയാനാ മോളെ, ഒന്നും മര്യാദയ്ക്കല്ല ഇവിടെ. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് കാലം തള്ളി നീക്കാനായിരിക്കും എൻ്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? കമലയുടെ സ്വഭാവം മോക്കറിയാവല്ലോ. എന്ത് ചെയ്യാനാ, ഈ വയസ്സം കാലത്ത് ഇതൊക്കെ അനുഭവിക്കണമെന്ന് എനിക്ക് വിധിയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് തന്നെ നമ്മുടെ മുത്തശ്ശി പറയുക കേട്ടോ. അപ്പോഴേക്കും അലീനയ്ക്ക് സങ്കടമാവുകയാണ് കേട്ടോ. മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് അലീന കരയുന്നുണ്ട്. മുത്തശ്ശി കടപ്പാട്ടിലേക്ക് വന്നാൽ മുത്തശ്ശിയെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിലും അലീനയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്.
പിന്നെ വൈജയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം അലീനയാണെന്ന് ഓർത്തുകൊണ്ടുള്ള ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും നമ്മുടെ അലീനയോട് മുത്തശ്ശിക്ക് സ്നേഹം തന്നെയാണ്. മുത്തശ്ശിയും അലീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ എന്ത് ചെയ്യാനാ മോളെ, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരാൻ ഒരു നിവൃത്തിയുമില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നേനെ. തന്നെയുമല്ല ഇപ്പം നേരത്തെ പോലെ അല്ലല്ലോ, മോളിപ്പം ബാലചന്ദ്രൻ്റെ സ്വന്തം മോളല്ലേ. അതുകൊണ്ട് മോളോട് ഇനി എന്നെ നോക്കുന്ന കാര്യം എങ്ങനെ ഞാൻ പറയും? അതൊന്നും സാരമില്ല മോളെ, ഇതൊക്കെ അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ വിധിയാണ്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്ന് പഴയതുപോലെ തന്നെ വൈജയും ബാലചന്ദ്രനും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് മുത്തശ്ശി പറയുകയാണ്. മനു പറയുന്നുണ്ട്, ആഹാ ഇതിപ്പോൾ ഇവിടെ കൂട്ടക്കരച്ചിലായോ? എന്തായാലും മുത്തശ്ശി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അലീന മുത്തശ്ശിയെ പൊന്നുപോലെ നോക്കിക്കോളും. വൈജാന്റിയും അങ്കിളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയിക്കോട്ടെ. മുത്തശ്ശിയെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ആക്കാം. അവിടെ അലീന മുത്തശ്ശിയെ പൊന്നുപോലെ നോക്കിക്കോളും. മുത്തശ്ശിക്ക് അപ്പോൾ എഴുന്നേറ്റ് നടക്കാനും മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുമുള്ള ആവതാകും. അതുകൊണ്ട് മുത്തശ്ശി തൽക്കാലം ഇപ്പോൾ വിഷമിക്കാതിരിക്കേ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാകുന്നേ എന്നൊക്കെ പറഞ്ഞു തന്നെ നമ്മുടെ അലീനയും മുത്തശ്ശിനെയൊക്കെ സമാധാനിപ്പിക്കുകയാണ് മനു. അങ്ങനെ മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് തന്നെ നമ്മുടെ അലീന അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. കമലയുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനൊക്കെയുള്ള ഒരു മറുപടി നമ്മുടെ മനു കൊടുത്തുകൊണ്ട് തന്നെ അവിടെ കൊമ്പൊടിഞ്ഞൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. മനു മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ അലീനയെ ഇനി കടപ്പാട്ടൊരു വീട്ടിലേക്ക് കൊണ്ടാക്കിയേച്ച് തിരിച്ചു വരാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അലീനയും മനുവും കടപ്പാട്ടൂരിലേക്ക് പോകാനായിട്ട് വീണ്ടും കാറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ മുത്തശ്ശിയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് ഒരുപാട് സങ്കടമൊക്കെ ആവുന്നുണ്ട്. അലീനയ്ക്ക് നല്ല വിഷമാണ്, അത് നമ്മുടെ മനുവിനും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് തന്നെ നമ്മുടെ അലീനയെ മനു ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നെറുകയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് സോൾവ് ആകും. അതുപോലെ നിന്റെ എല്ലാ കാര്യങ്ങളിലും ഇനി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇപ്പം നിന്റെ കെയർ ടേക്കർ ഞാനാണല്ലോ, അതിനി അങ്ങോട്ടേക്ക് എല്ലാ അർത്ഥത്തിലും ഞാൻ തന്നെ ആയിരിക്കും നിന്റെ കെയർ ടേക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അലീനയെ മനു കടപ്പാട്ടൊരു വീട്ടിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം മനുവിൻ്റെ ഇഷ്ടമൊക്കെ മനസ്സ് തുറന്ന് അലീനയോട് പറയുകയാണ്. അലീനയ്ക്കും തിരിച്ച് അങ്ങനെ തന്നെയല്ലേ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും മനുവിനോടുള്ള ഇഷ്ടം തുറന്ന് പറയുകയാണ് കേട്ടോ അലീന. എന്നിട്ട് മനു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മനുവേട്ടാ, അമ്മയോട് എന്തിനാ അങ്ങനെയുള്ള കള്ളമൊക്കെ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, എന്ത് കള്ളം ഞാൻ പറഞ്ഞു എന്നാ നീ പറയുന്നത്? അല്ല, നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നൊക്കെ മനുവേട്ടൻ തട്ടിവിട്ടല്ലോ, അതൊക്കെ എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അതൊന്നും കള്ളമല്ലല്ലോ, എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളല്ലേ ഞാൻ പറഞ്ഞത്, അതൊക്കെ അധികം വൈകാതെ നടക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ്. പിന്നെ അതിപ്പോൾ അമ്മയോട് പറയുന്നതിൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, അയ്യാടാ ചെക്കൻ്റെ മനസ്സിലെ ആഗ്രഹം കണ്ടില്ലേ, അതൊക്കെ നടക്കോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അതിനി അങ്ങനെ നടക്കോ ഇല്ലയോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. നീ നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ബാലചന്ദ്രൻ അങ്കിൾ തന്നെ എനിക്കതിൻ്റെ എല്ലാ പെർമിഷനും തന്നു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപഴകുന്നതെന്നൊക്കെ തന്നെ മനു പറയുകയാണ്. ആഹാ, അതിനിടയ്ക്ക് അങ്ങനെ ഒരു ഡീലും കൂടെ നടന്നോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും അതൊക്കെ എപ്പോഴേ നടന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നീ എൻ്റെ മുറപ്പെണ്ണ, നിന്നെ കല്യാണം കഴിക്കാൻ വേറെ ആരുടെയും പെർമിഷൻ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തന്നെ മനു പറയുകയാണ് കേട്ടോ. അപ്പം അച്ഛനും മനുവേട്ടനും കൂടി എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടിലല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അലീന. മനു പറയുന്നുണ്ട്, പിന്നല്ലാതെ ഈ കാര്യങ്ങളൊക്കെ വേറെ ആരോട് ചോദിക്കണം? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ മനസ്സിൽ നമ്മളോട് ഇഷ്ടമുണ്ടോയെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ? അവർ രണ്ടുപേരും ആണല്ലോ മുന്നോട്ട് ജീവിക്കുന്നത്, അതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ അലീനയ്ക്ക് അങ്ങനെ നാണം വരികയാണ് കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അല്ല മനുവേട്ടൻ കയറുന്നില്ലേ? വരുവാണെങ്കിൽ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, വേണ്ട, എനിക്കിനി എറണാകുളം വരെ പോകേണ്ടതല്ലേ, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ വന്നോളാം. കാണാതിരിക്കാനും മനസ്സ് സമ്മതിക്കുന്നില്ലെന്നേ, അതുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ടേക്ക് ഓടി വരാൻ തോന്നുക നമ്മുടെ മനു പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അലീനയുടെ മനസ്സിൽ കുളിര് കയറുന്ന പോലെ തോന്നിയാണ് കേട്ടോ. അലീന പറയുന്നുണ്ട്, എന്നാ മനുവേട്ടൻ പൊയ്ക്കോ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, അടുത്ത ആഴ്ച വരുമ്പോഴേക്കും നമുക്ക് കാണാമെന്നും പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ഞാൻ പോയാലും നിന്നെ ഫോൺ വിളിക്കും, മെസ്സേജ് അയക്കും. ഫോൺ വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് എടുത്തോണം. എന്ത് പണി നീ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ ഫോൺ വിളിക്കുമ്പോൾ നീ എടുത്തോണം. അതുപോലെ ഞാൻ അയക്കുന്ന മെസ്സേജിനൊക്കെ റീപ്ലൈ ഉണ്ടാവണം എന്നൊക്കെ പറയുക. ആ ശരി, മനുവേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തോളാം, മെസ്സേജിനൊക്കെ ഞാൻ റീപ്ലൈ തന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അലീന മനുവിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ മനു അലീനയെ കടപ്പാട്ടൊരു വീട്ടിൽ കൊണ്ട് എത്തിച്ചിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. ഏകദേശം സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. രോഹിത് കോളേജിലും കൃഷ്ണമോള് സ്കൂളിലും പോയിട്ടുണ്ടല്ലോ. ബബിതയ്ക്ക് എന്തോ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ബബിത കോളേജിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അമ്മയെ കാണാനും അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്നൊക്കെ ബബിത പറയുന്നുണ്ട്. എന്നാൽ ബബിതയുടെ മനസ്സിൽ വേറെ ചില പ്ലാനുകളും ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോ വഴിക്ക് പോയതിനു ശേഷം ബബിത വേഗം തന്നെ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. വൈജയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ്റെ നിലപാടിൽ അച്ഛൻ ഉറച്ചു നിൽക്കുകയാണെന്നും
അതുപോലെ അലീനയോടാണ് അച്ഛൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈജയ്ക്ക് ഇത് കേൾക്കുമ്പം നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ വൈജ ഭവിതയോടും പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഡിസ്ചാർജ് ആകുന്ന അത്രയും നാൾ വരെ നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വരുള്ളൂ. അമ്മ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് വേറെ വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറി താമസിക്കാം. പിന്നെ ഒരുത്തിയുടെ മുഖം നമുക്ക് കാണേണ്ടി വരില്ലല്ലോ. അയാളുടെ മോളെയും കെട്ടിപ്പിടിച്ച് അവിടെ ജീവിച്ചോട്ടെ. അതുപോലെ തന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അയാളുമായിട്ട് ഒത്തുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ബന്ധം പിരിയാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നതെന്നൊക്കെ നമ്മുടെ വൈജ പറയുകയാണ് കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിലും അലീനയോടുള്ള ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അത് തന്നെയാമേ നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ കടിച്ചു തൂങ്ങി അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അമ്മ എന്ത് തീരുമാനിച്ചാലും അമ്മയുടെ കൂടെ തന്നെ ഞാനും രോഹിത്തും ഉണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ ബബിത പറയുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വൈജയോട് യാത്ര പറഞ്ഞിട്ട് ബബിത ഇറങ്ങുന്നുണ്ടെങ്കിലും ബബിത നേരെ അമലിൻ്റെ കൂടെയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമലിനെ കൂട്ടിയിട്ട് ബബിത തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് വരുമെന്ന് ബബിത ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്നത് കാണുമ്പോഴേക്കും തന്നെ ബബിത ഒന്ന് ഷോക്കാവുന്നുണ്ട്. മനുവിനെ അലീനയൊക്കെ കാണുമ്പോഴേക്കും പേടിക്കുന്നുണ്ടെങ്കിലും മനു അലീനയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ പോവുകയാണല്ലോ. പിന്നെ അലീന അങ്ങോട്ടേക്ക് കയറി വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ അമല് മോളി ബബിതയുടെ റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. ബബിത ഡോറ് തുറന്നിട്ട് അലീനയോട് ഭയങ്കര ദേഷ്യത്തിലും വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ് കേട്ടോ. നീ എന്തിനാടി ഇപ്പം ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നേ? നിനക്ക് അവിടെ കാണാൻ നിന്നാൽ പോരായിരുന്നോ? നീ ഇല്ലാത്ത 2 ദിവസം എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ. എന്തിനാ പിന്നെ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ട് തന്നെ അലീനയോട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അലീന തിരിച്ച് ബബിതയോടും ചോദിക്കുന്നുണ്ട്, എന്താ കോളേജിൽ പോകാനെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോകാത്തതിൻ്റെ കാരണങ്ങളൊക്കെ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അലീനയോട് തർക്കുത്തരം തന്നെ പറയുകയാണ് കേട്ടോ ബബിത. എന്നാൽ ബബിതയുടെ മുഖത്തെ ആ പേടിയും വെപ്രാളവും ഒക്കെ കാണുമ്പോഴേക്കും അലീനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. മോളി ബബിതയുടെ റൂമിൽ അമല ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇനി അലീന കാണാതെ എങ്ങനെ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നൊക്കെ ഓർത്ത് ബബിത വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അലീന അധികം വൈകാതെ തന്നെ അമലിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലചന്ദ്രൻ വരുമ്പോൾ ബാലചന്ദ്രനോട് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ആരോരും ഇല്ലാത്ത സമയം നോക്കി ബബിത കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബാലചന്ദ്രനോട് അലീന പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ തന്നെ ബബിതയുടെ കാരണത്തിനിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നുമുണ്ട്. ആ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റോറി നാളത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.